എന്താ വെച്ചാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓയിലൊന്നും ഇല്ലയോ? ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ, 19 ജനുവരി. സമയം ഇപ്പോൾ ഏകദേശം 5:40. അപ്പോൾ നമ്മളിന്ന് ജോലിക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിന്ന് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യാനുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ എൻജിൻ ഓയിൽ ഇന്ന് മാറ്റണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ കാസ്ട്രോൾ ഓയിൽ ഒഴിച്ചിട്ട് ഇപ്പം 5500-6000 കിലോമീറ്റർ ഓടി കേട്ടോ. ലാസ്റ്റ് ഓയിൽ ചേഞ്ചിന് ശേഷം ഒരു 5000 കഴിയുമ്പോൾ തന്നെ ഓയിൽ ലെവൽ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മുടെ ഡെലിവറി നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി സ്ഥിരമായിട്ട് നല്ല ഓട്ടമുള്ള വണ്ടി, ഡെലിവറിക്കായാലും സ്ഥിരമായിട്ട് നല്ല ഓട്ടമുള്ള വണ്ടി നമ്മൾ കണ്ട് ഇവിടെ നമ്മുടെ എഞ്ചിൻ ഓയിൽ ഡിപ്സ്റ്റിക് ഉണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് നൂത്ത് നിർത്തിയിട്ട് ഇതിനകത്ത് നമ്മൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഓയിൽ ലെവൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം എന്തായാലും നമ്മൾ നേരെ യമഹയുടെ ഷോറൂമിലോട്ട് പോയിട്ട് ഇപ്പം തൽക്കാലം ഓയിൽ മാത്രം ചേഞ്ച് ചെയ്യണം. നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എമലൂബാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ കാസ്ട്രോളിലോട്ട് ഓയിൽ മാറ്റി. അപ്പോൾ ഇനിയും നമ്മൾ തിരിച്ച് എമലൂബിലോട്ട് പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്രാവശ്യം മോട്ടുകളുടെ ഒരു ഓയിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഓയിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം പിന്നെ നമുക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇപ്പം 10,000 സബ്സ്ക്രൈബേഴ്സ് എത്താറായി ഏകദേശം. അപ്പം വളരെയധികം നന്ദിയുണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ. പിന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ അതിനകത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ വണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുതലാവുമെന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പോൾ ഈ ബൈക്ക് നമ്മൾ ഡെലിവറിക്ക് യൂസ് ചെയ്താൽ മുതലാവുമെന്ന്. അപ്പം അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ബാംഗ്ലൂർ എഡിഷൻ, നമ്മൾ തിരുവനന്തപുരം എഡിഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ വണ്ടിയാണ്. അതായത് ഇന്ത്യയിലെ തന്നെ മൈലേജ് കിങ് ആട്ടോ. ഇപ്പോൾ ഇതിനപ്പുറത്ത് നമുക്ക് വേറെ വണ്ടി പറയാനേ ഇല്ല. അപ്പോൾ നമ്മുടെ CT100 നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചെറുക്കൻ നമ്മളിന്ന് പുതിയൊരു ബാറ്ററിയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പെട്രോളിൻ്റെ ഓവർഫ്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സർവീസ് ചെയ്ത് ഇത് നമ്മൾ ഫുള്ളൊരു ഡെലിവറി സ്പെക്കുള്ള വണ്ടിയാക്കി മാറ്റാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യണം. പിന്നെ ഒന്ന് സർവീസ് ചെയ്ത് ഒരു ഫോഗ് ലൈറ്റ് വെക്കണം. ഇവിടെ നമ്മുടെ ഹോൾഡർ ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മളൊരു 2-3 ആഴ്ചക്കകത്ത് നമ്മുടെ ഫുൾ സ്പെക്കുള്ള ഈ വണ്ടിയുടെ റിവ്യൂ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമ്മളെന്തായാലും ഇവന് ഇറക്കുവാണ്. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ആദ്യമായിട്ട് നമ്മളെടുത്ത ഡെലിവറിക്ക് യൂസ് ചെയ്ത വണ്ടിയും നമ്മുടെ മെയിൻ സ്പെക്കുള്ള വണ്ടി ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് മുതലാവത്തിൽ നമ്മളൊരിക്കലും ഇത് ഉപയോഗിക്കത്തില്ല. സമയം കളയാൻ നേരെ യമഹയുടെ ഷോറൂമിലോട്ടൊന്ന് പോയി നോക്കാം. ഇനിയിപ്പോൾ ഒരു ഓയിൽ ചേഞ്ച് ചെയ്ത് തരുമെന്ന് അറിയത്തില്ല. ഇതൊരിക്കലും നമ്മൾ വലിയ ചിലവായിട്ട് കാണരുത്. കാരണം നമ്മളെപ്പോലെ തന്നെ വണ്ടിക്ക് എനർജി വേണം. ഇത് നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കി തരാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടമാണ് ഇങ്ങനത്തെ ജോലികളിലൊക്കെ നമ്മുടെ വണ്ടിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒരു മാസത്തിലൊരു ഓയിൽ ചേഞ്ച് ഒരിക്കലും ഒരു ചിലവായിട്ട് കാണരുത്. ഓക്കെ സെറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആമറോണിൻ്റെ ബാറ്ററി വാറണ്ടി കാർഡ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണേ. 46 മാസമാണ് നമുക്ക് വാറണ്ടി. അപ്പോൾ ഇതിനകത്ത് എന്ത് കംപ്ലയിൻ്റ് വന്നാലും ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്തും കേട്ടോ. അപ്പം ആമറോണിൻ്റെ ബാറ്ററി കഴിവതും ആമറോണിൻ്റെ ബാറ്ററി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ബൈക്കിൻ്റെ സർവീസ് ചെയ്ത ആ ഷോറൂമല്ല, നമ്മുടെ ബൈക്ക് ശരിയാക്കിയ ഷോപ്പ് എവിടെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചായിരുന്നു. അപ്പോൾ അത് കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂർ പോകുന്ന റൂട്ടിൽ മുസ്ലിം സ്ട്രീറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടോട്ട് പോവാണ്. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണം. 5 minutes later. റൈറ്റ് സൈഡിൽ കാണുന്ന ലക്ഷ്മി എഡിബിൾസ് ആയിരുന്നു നമ്മുടെ ബൈക്ക്. ഒരു 11 വർഷം മുന്നേ ഇവിടുത്തെ യമഹയുടെ ഷോറൂം ഈ ലക്ഷ്മി എഡിബിൾസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബൈക്ക് ഡെലിവറി എടുത്തതൊക്കെ ഇപ്പം അത് മാറി ആ ഷോറൂം. അപ്പോൾ അവിടെ തന്നെ അന്ന് നിന്ന് യമഹയിലെ പണിക്കാരാണ് ഇപ്പോൾ ഇവിടെ ഈ ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് യമഹ ബൈക്കുകളുടെ എന്ത് ജെന്യൂൻ സ്പെയർ പാർട്സ് വേണമെങ്കിലും യമഹ ബൈക്കിൻ്റെ വർക്കുകൾക്കായാലും ഇവിടെ വരാം എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെയാണ് വണ്ടിയൊക്കെ ചെറിയ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ യമഹ മാത്രമല്ല എല്ലാ ബൈക്കിനും സർവീസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ സ്വർണ്ണപ്പണയത്തിൻ്റെ അടുത്ത് ഈ സൗമ്യ ഫിനാൻസിനോട് ചേർന്ന് കാണുന്ന ഈ ഷോപ്പാണ്. പേരൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി പണിയുന്ന ഷോപ്പ്. നമ്മുടെ അടുത്ത മോട്ടീവുകളുടെ ഓയിൽ വരുന്നവരെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതുവരെ നമുക്ക് എന്തായാലും ഓടിക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം നമ്മൾ ഏകദേശം ഒരു 150-200 കിലോമീറ്റർ പാർട്ട് ടൈമായിട്ട് തന്നെ ഓടുന്നുണ്ട്. അപ്പം അത് വരുമ്പോൾ നമുക്ക് അടുത്ത വട്ടത്തേക്ക് എന്തായാലും ചേഞ്ച് ചെയ്യാം. ഞാൻ ഓരോ പുതിയ ഓയിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുക. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറക്കാൻ വേണ്ടി അയ്യോ കുറവായിരുന്നു ഇന്നലെ നോക്കിയപ്പോൾ അല്ലയോ?
ഇല്ല, ഓയിലൊന്നും ഇല്ലയോ? ഓ ഉണ്ടോ? നമ്മൾ 10,000 വരെ ടോപ്പപ്പ് ചെയ്ത് കൊണ്ട്, ഏകദേശം നമ്മൾ സെയിം കമ്പനി അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മാറ്റുന്നത് കേട്ടോ. സെയിം ഗ്രേഡുള്ള കമ്പനി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് പോയാൽ മതി. അളവും കുറവാണ്. ഞാനിപ്പോൾ കമ്പനി മാറ്റുന്നതുകൊണ്ടാണ് ഇപ്പം ടോപ്പപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ ടോപ്പപ്പ് ചെയ്താൽ മതിയായിരുന്നല്ലേ. ഇതിപ്പോൾ 5-6 ഓടി. അതാ അത്. ഇത് കാസ്ട്രോളാ ഇവിടെ ഏതുണ്ട്. പിന്നെ കുറച്ചധികം പണികളുണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിൽ ഇൻഡിക്കേറ്റർ പോയി. റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യണം കേട്ടോ. റേഡിയേറ്റർ 10 കൊല്ലമായി. അപ്പോൾ അത് ഫ്ലഷ് ചെയ്തിട്ട് കളയണം. പിന്നെ 2 ബ്രേക്ക് ഫ്ലൂയിഡ് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് കയറ്റണം. പിന്നെ എൻ്റെ ഫ്രണ്ടിലത്തെ ഷോക്ക് ഓയിൽ ലീക്കുണ്ട്, അത് സെറ്റാക്കണം. ഇതാണപ്പം നമ്മുടെ ബൈക്കിൽ നമ്മൾ 10-11 കൊല്ലമായിട്ട് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരുന്ന ഓയിൽ. ഇപ്പോൾ ലാസ്റ്റാണ് നമ്മൾ ആദ്യമായിട്ട് കാസ്ട്രോളിലോട്ട് മാറിയത് കേട്ടോ. MLU 10W40 ആണ് നമ്മുടെ ഗ്രേഡ് കേട്ടോ. ഉണ്ടായിട്ടുണ്ടേ. ശരി. ഇപ്പോൾ കിലോമീറ്റർ വെച്ചാൽ 38,106 നമ്മളിപ്പോൾ ഓയിൽ. അങ്ങനെ നമ്മൾ ടോട്ടൽ ഇപ്പോൾ നമ്മുടെ ഇന്ന് ഓയിൽ ചേഞ്ച് മാത്രം ഏകദേശം 550 രൂപയാണല്ലോ കേട്ടോ. MLU ഇപ്പം അത്യാവശ്യമുള്ളതിൽ ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആണ്, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് MLUവിൻ്റെ ഓയിൽ. അധികം റേറ്റൊന്നും ഇല്ല. നമുക്ക് 530 ഓയിലിൻ്റെ റേറ്റ്, 50 രൂപ ചേഞ്ച് ചെയ്തതിൻ്റെ റേറ്റ് കേട്ടോ. വളരെ മാന്യമായിട്ടുള്ള റേറ്റേ ഇവിടെ ഉള്ളൂ. പിന്നെ അടിപൊളിയായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. സർവീസും വണ്ടിപ്പണി എല്ലാ ടൈപ്പിലെ വണ്ടികളും, ബ്രേക്ക് പാഡ് ആയാലും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുകയാണ് നമ്മൾ ലക്ഷ്മി എഡ്യൂൾസ്. ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ മഹാ ഷോറൂം. അപ്പം നമുക്ക് എന്തായാലും നേരെ സമയം കളയണ്ട. 6 മണിയായി, നമ്മൾ ഷിഫ്റ്റ് തുടങ്ങി ആൾറെഡി. അപ്പോൾ 6 തൊട്ട് 7 നമ്മൾ ലോഗിൻ ചെയ്താൽ മതി. 6 തൊട്ട് 11 മൊത്തം 4 മണിക്കൂർ 1 മിനിറ്റാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കിലോമീറ്റർ എന്തായാലും ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളിപ്പോൾ മൊത്തത്തിൽ 3 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ ഓൺലൈൻ ആവാം. ആദ്യത്തെ ഓർഡർ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അങ്ങ് പോകാം കേട്ടോ. ഇപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഓണാക്കിയിടാം. പക്ഷേ അപ്പോൾ ഒരു ഓർഡർ വന്നതിന് നമുക്കതൊരു ബുദ്ധിമുട്ടാവും കേട്ടോ. കസ്റ്റമർ അപ്പം കുറച്ച് ഡിലേ വരും. അതുകൊണ്ടാണ് നമ്മളപ്പോൾ ഓണാക്കിയിടാൻ. നമുക്ക് ഇനി ഉടനെ തന്നെ അടുത്ത ഓർഡർ എന്തായാലും വരും. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം എന്തായാലും. നമ്മളിനി എങ്ങും പോകണ്ട. നമ്മുടെ ആദ്യത്തെ ഓർഡർ വന്നിട്ടുണ്ട്. പൊളി ഓർഡറാണ്. 80 രൂപയുടെ ഓർഡറാണ് കേട്ടോ. 20 രൂപ ടിപ്പും. അപ്പം ഒരു സെക്കൻഡ്, നമുക്കൊരു കോൾ വന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം അക്സെപ്റ്റ് ചെയ്യാം. ലക്ഷ്മിയിൽ തന്നെയാണ് കേട്ടോ ഓർഡർ. നമ്മൾ തൊട്ട് ലക്ഷ്മിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം എന്തായാലും. എൻ്റെ ദൈവമേ, പിന്നെയും പതിവ് സെൽഫി ചോദിച്ചേക്കുന്നല്ലോ ഈശ്വര. ഇപ്പം ഈ സെൽഫി മതി തൽക്കാലം. ടീഷർട്ട് അപ്പോൾ ആൾക്കാർ ചോദിക്കണ്ട എങ്ങനെ ഷർട്ട് ഇല്ലാതെ ടീഷർട്ട് ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫൈൻ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ടീഷർട്ട് ഇടാൻ മറന്നു. അപ്പം ഐ ഫോർഗോട്ട് ടു വിയർ സ്വിഗ്ഗി യൂണിഫോം കൊടുക്കാം. കണ്ടോ കൊടുത്തേക്കുന്നുണ്ട്. ഈ ഡ്യൂട്ടി മേ ബി ബ്ലോക്ക്ഡ് ഇഫ് യു റിപ്പീറ്റ്ലി ഡോൺ വിയർ സ്വിഗ്ഗി ടീഷർട്ട്. അപ്പോൾ ഐ വിയർ ഫ്രം ടുമോറോ. 12 നൂൽ പൊറോട്ട സെറ്റ്. ചേട്ടാ 3178 നൂൽ പൊറോട്ട 12 റെഡിയാ.
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് തലവൂരാണ്. സോ നമുക്ക് 19 മിനിറ്റ് കിടിലം പെർഫോമൻസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തുള്ളതുകൊണ്ട് നല്ല രീതിക്ക് അറിയാൻ പറ്റും വ്യത്യാസം കേട്ടോ. കാസ്ട്രോള് നിങ്ങൾക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, കാസ്ട്രോൾ അല്ല. അപ്പം MLUബിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വണ്ടി ഒന്ന് ചൂടായി സെറ്റപ്പായി കഴിഞ്ഞാൽ ഒരു 10-60 കിലോമീറ്റർ കഴിഞ്ഞാൽ MLUബിൻ്റെ വണ്ടിയുടെ പെർഫോമൻസേ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചൂടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മൂക്കും, പെർഫോമൻസ് ഭയങ്കരമായിട്ട് കൂടും ഓയിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ. അത് MLUബ് അങ്ങനെ ഉണ്ട്, വണ്ടിയുടെ സൗണ്ടേ മാറും. പക്ഷേ കാസ്ട്രോൾ ഇത്രയും നാളെൻ്റെ ഉപയോഗിച്ചതിൽ എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് നമ്മളൊരു 6000 കിലോമീറ്റർ ഫുള്ള് നമ്മൾ കാസ്ട്രോളാണ് ഉപയോഗിച്ചത്. കാസ്ട്രോളിൽ ഒരു സ്റ്റഡി ആൻഡ് സ്മൂത്ത് പെർഫോമൻസ് ആട്ടോ, അടിപൊളിയാണ്. ടോപ്പ് എൻ്റെ ഒക്കെ നല്ല പെർഫോമൻസ് ആട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാസ്ട്രോൾ അടിപൊളിയായിരിക്കും. പക്ഷെ നല്ല റിവ്യൂകൾ കണ്ടതും പിന്നെ കാസ്ട്രോൾ കിടിലൻ ടെക്നോളജിയാണ്, ജർമ്മൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിക്ക് കാസ്ട്രോളോ MLUബോ ഏത് ഓയിലാണോ വെച്ചാൽ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ബൈക്കോ സ്കൂട്ടറോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങളുടെ വണ്ടിയുടെ ഗ്രേഡ് നമ്മൾ ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കണം, നമ്മുടെ അല്ലെങ്കിൽ വണ്ടിയുടെ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 10W40 ആണ്. 10W40 ഗ്രേഡുള്ള ഏത് കമ്പനിയുടെ ഓയിൽ നമുക്ക് ഒഴിക്കാം. ഫുള്ളി സിന്തറ്റിക് ആണ് ഈ വണ്ടിയിലെ ഓയിൽ വേണ്ടത്. നമുക്ക് വേണ്ടത് ഫുള്ളി സിന്തറ്റിക് 10W40 ആണ് ഈ വണ്ടിയുടെ ഓയിൽ. അപ്പോൾ അതായത് നിങ്ങളുടെ വണ്ടിയുടെ ഗ്രേഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് നല്ല വിലയ്ക്ക് തന്നെ കിടില ഓയിലുകൾ പർച്ചേസ് ചെയ്യാം. നമ്മളെപ്പോഴും ഒരിക്കലും ഓയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കില്ല കേട്ടോ, നമ്മൾ മാറ്റി നോക്കണം. നല്ല ഡിഫറൻസ് ആണ് ഓരോ ഓയിലും, ഓരോ പെർഫോമൻസും ഓരോ രീതിയിൽ ട്യൂൺ ചെയ്ത് വെച്ച സംഭവം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ. കാസ്ട്രോളിൽ നിന്ന് MLUബിലോട്ട് വന്നപ്പോൾ ഒരു പ്രത്യേക ചേഞ്ച് കേട്ടോ. നമ്മൾ MLUബ് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മളതിൻ്റെ ചേഞ്ച് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല MLUബിൻ്റെ. കാരണം നമ്മൾ മാറിയിട്ടില്ല ഇതുവരെ MLUബിൽ നിന്ന്. MLUബ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ വ്യത്യാസം ഇതുവരെ അറിയാൻ പറ്റിയില്ല കേട്ടോ. രണ്ടും സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഏകദേശം കസ്റ്റമറിൻ്റെ വീട്ടിലെത്താറായി. ഇനി ഒരു 60 മീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടാ മേളി. അടിപൊളി, ഇത് തന്നെ കേട്ടോ കാണിക്കുന്നത്. ഇല്ല ബ്രോ, ഇല്ല, താങ്ക് യു. ടോട്ടൽ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആയിരുന്നു. പകൽ വരേണ്ട റൂട്ടായിരുന്നു കേട്ടോ. ഒരു വയൽ കിടിലം, എരുമ, പശുക്കുട്ടി, ഇവിടുന്ന് നേരെ ലെഫ്റ്റ്. അടിപൊളി സീനറി. എൻ്റെ മോനെ, രാവിലെ 6 മണിയുടെ വ്യൂ സീൻ വിത്ത് അമ്പലത്തിലെ പാട്ടും വയലും. അടിപൊളി. ഹോട്ട് കേക്ക്സ് കേട്ടോ, പൊളി. എൻ്റെ മോനെ, 78ൻ്റെ ഓർഡറാണ്. മൊത്തത്തിൽ ഒരു അരമണിക്കൂർ എടുക്കും കേട്ടോ. 27 മിനിറ്റ്സ്, 27 മിനിറ്റ്. സെറ്റ്, റെഡി. നമുക്ക് എന്തായാലും പറപ്പിക്കാം അങ്ങോട്ട്. ഒരു രക്ഷയില്ലാത്ത റോഡാണ് കേട്ടോ ഈ റോഡ്. എൻജോയ് ചെയ്യാൻ പറ്റിയ റോഡാണ്. അടുത്തൊരു കിടിലൊരു വളമുണ്ട് എൻ്റെ മോനെ. നീ പാഡിങ്ങളുണ്ടെങ്കിൽ മുട്ട് നിലത്ത് പറ്റിക്കുക. ഓ സീൻ. ഇതാണ് ആ വളവ്. ഇതൊരു രക്ഷയില്ലാത്ത കർവാ എൻ്റെ മോനെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. ഓ സീൻ, പൊളി. ഓ കിടിലം ആകാശവും. മോനെ, നമ്മളെപ്പോഴും ഇങ്ങനെ ഡ്രൈവ് ചെയ്യത്തില്ല കേട്ടോ. ഇടയ്ക്ക് എന്നാൽ നമ്മൾ ഈ വണ്ടി കൊണ്ടുവരുന്ന ഇടയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. അതിലൊന്നും ഒരു കാര്യമില്ല, മൈലേജിലൊന്നും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല അങ്ങനെ ചെയ്തതുകൊണ്ട്. ഇടയ്ക്ക് നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് തന്നെ ഓട്ടിക്കുക. ഇടയ്ക്ക് എവിടെയെങ്കിലും ഇത്ര റോഡ് കിട്ടുവാണെങ്കിൽ മാത്രം, അല്ലാതെ നമ്മൾ ഫുൾ ഒരു 65-70 എപ്പോഴും പോകും. ലൊക്കേഷനിലോട്ട് നമ്മൾ എത്താറായി ഏകദേശം. ഇപ്പോൾ നമ്മൾ കുന്നിക്കോട് എന്ന സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂർ പോകുന്ന റൂട്ടിൽ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ കൊട്ടാരക്കരയിൽ നിന്ന് ഉള്ളിലോട്ടുള്ള ഒരു സിറ്റിയാണ് കുന്നിക്കോട് എന്ന് പറയുന്നത്. അതിപ്പോൾ മാപ്പിൽ നോക്കിക്കോ, നമ്മളാണ് നീല ചുവപ്പാണ് അവരുടെ വീട്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏകദേശം ഈ സൈഡിൽ ഏതോ വീടാണ്. ഒന്നെങ്കിൽ ഇതല്ലേ അപ്പുറത്തെ വീട്. ഇതാ ബ്രോ, താങ്ക് യു.
ഓ പൊളി, ഇത് 80. Few moments later. അടിപൊളി. ഇതാ നമ്മൾ തിരിച്ച് കൊട്ടാരക്കര പോകുന്ന റൂട്ടിൽ നമ്മളെന്നും ചായ അല്ലേ കുടിക്കുന്നത്. ചായ കുടിച്ച് നമ്മുടെ കുടലിൽ കരിഞ്ഞ്. അതായത് നമ്മൾ തിരിച്ച് കൊട്ടാരക്കര പോകുന്ന റൂട്ടിൽ ഇതാണ് നമുക്ക് നല്ല കരിമ്പിൻ ജ്യൂസ് കേട്ടോ, ഫ്രഷ്. അപ്പോൾ നല്ല എനർജി ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കാം. ഇങ്ങനെ ചീട്ട് വരണം ഒരു കരിമ്പിൻ ജ്യൂസ്. ഓർഡർ വന്നിട്ടുണ്ട്. ഇതൊരു ബേസിക് ആയിട്ട് ഓർഡർ കേട്ടോ. 5 കിലോമീറ്റർ 20 രൂപ. എഴുത്താണിയിലാണ്. അപ്പോൾ നമുക്ക് നേരെ എഴുത്താണിയിലോട്ട് വിടാം. അപ്പോൾ ഇവിടുന്ന് എഴുത്താണി വരെയുള്ള എൻ്റെ റൈഡ് പെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഏകദേശം എത്ര ദൂരം ഉണ്ട് നോക്കട്ടെ. ഇവിടുന്ന് കൊട്ടാരക്കര ലോർക്കരിക്കാം. അപ്പോൾ ഈ ഓർഡർ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊരു ഓർഡറായിട്ട് കൂട്ടണ്ട. കണ്ടോ 4 കിലോമീറ്റർ ഇവിടുന്ന് ഞാൻ കൊട്ടാരക്കര പോകാൻ വേണ്ടി എനിക്കുണ്ട്, 3.5 കിലോമീറ്റർ. അപ്പം ഈ ഒരു റൈഡ് കമ്പനി എനിക്ക് പേ ചെയ്യുന്നെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നുള്ളൂ. അല്ലാതെ ഞാനൊരിക്കലും എന്തായാലും ഈ സ്ഥലത്ത് വന്ന് നിൽക്കാൻ പോകുന്നില്ല ഈ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓർഡർ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് 20 രൂപയൊക്കെ 5 കിലോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട് കൊട്ടാരക്കര വരെ. അപ്പം എഴുത്താണിയിലാണ് നമുക്ക് ഓർഡർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എന്തായാലും വെറുതെ കൊട്ടാരക്കര വരെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ആ റൈഡും പെയ്ഡാണ്. അങ്ങനെയാണ് ഈ 20 രൂപയുടെ ഈ ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായമാണ്. കൊട്ടാരക്കര നിൽക്കുമ്പോൾ 20 രൂപയുടെ ഓർഡർ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാം. പക്ഷെ എപ്പോഴും ഇല്ല. അത് കഴിഞ്ഞ് എനിക്ക് ഓർഡർ മാറി വേറെ നല്ല ഓർഡറുകൾ കിട്ടാറുണ്ട്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വേഗം എഴുത്താണിയിലോട്ട് പോകാം. ഇത് മാത്രമല്ല, എഴുത്താണി വെട്ടിയേക്കും. നമ്മുടെ ഇപ്പോൾ കൊട്ടാരക്കരയിലും തുടങ്ങിയേക്കാണ് എഴുത്താണി. ഇപ്പോൾ ലോവർ കരിക്കത്താണോ, ബൈക്കൊക്കെ സ്ഥലമില്ലല്ലോ ഈ എഴുത്താണി. അപ്പം നമുക്ക് കറങ്ങിപ്പോവാം. സ്ഥലമുണ്ടോ അവിടെ ഫ്രണ്ടിൽ? ഇവിടെ സ്ഥലമുണ്ട്. ഇങ്ങോട്ട് വരാം. ഇവിടെ കറങ്ങി ബാഗിൻ്റെ ഫോട്ടോ. ബാഗല്ല, നമുക്ക് ബോക്സാണ്. 2816 ചേട്ടാ 2816. എടുത്തതും കൊടുത്തതും എല്ലാം ലൊക്കേഷൻ എല്ലാം ടൗണിൽ തന്നെ. അപ്പോൾ ഇനി നമുക്കൊരു ഓർഡർ കിട്ടും. നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന കസ്റ്റമർ ലൊക്കേഷൻ ഈ വീടാണ്. താങ്ക് യു. 35 ഓർഡർ ആട്ടോ. അത് രണ്ട് ഡയറക്ഷനാണ്. നമ്മളിപ്പം ലോവർ കരിക്കത്തേക്കാണ്. ഇതങ്ങ് അപ്പുറം മൈല റൂട്ടിലാണ് കേട്ടോ. അപ്പം എന്തായാലും വേഗം അക്സെപ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് 2-3 ഓർഡർ കൂടി വരും. ഇനി 35. ഇനിയിപ്പോൾ ഒരു ലോങ് ഓർഡർ അടിക്കും ഇത് കഴിഞ്ഞിട്ട്. നമ്മുടെ തപാൻ കുഴിമന്തി റെസ്റ്റോറൻറ്റ് എത്തിയേക്കാണ്. അപ്പോൾ ഇതാണ് തപാൻ കുഴിമന്തി റെസ്റ്റോറൻറ്റ്. ഇത് നമ്മുടെ മൈലൻ റൂട്ടിലുള്ളതാണ് കേട്ടോ. കൊട്ടാരക്കര മൈല റൂട്ടിലുള്ളതാണ്. അപ്പോൾ മിക്കവാറും മന്തിയുടെ ഓർഡർ ആയിരിക്കും. ഫുഡ് റെഡി ആയിട്ടില്ല. ചിക്കൻ മന്തി ആണ്. അടിപൊളി. അങ്ങനെ നമ്മുടെ ഹാഫ് ചിക്കൻ മന്തി നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യണം. 376 കേട്ടോ. 376 രൂപ കളക്ട് ചെയ്യണം. മന്തി കൊടുക്കാൻ സമയമായി. ഇതാ 376. ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. ഗൂഗിൾ പേ ചെയ്ത് തരുന്ന മതിയോ ബാലൻസ്?
അതുകൊണ്ട് നമ്മുടെ ആ ഫോട്ടോയിൽ ആദ്യം നിൽക്കും മാറുന്നുള്ള എന്നിട്ട് ഒന്നും കൂടെ അത് നമ്മളെ കയറിക്കോളൂ ആയിട്ടുണ്ട് റെനി താങ്ക് യു. ആക്ടിവിറ്റീസ് നമ്മുടെ ഡെലിവറി ബോയ്സിൻ്റെ ഭാഗത്തു നിന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവരുടെ QR കോഡ് എങ്ങനെ അറിയുന്നത് എൻ്റെ അടുത്ത് പല ചേച്ചിമാരും കസ്റ്റമേഴ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണം അവരുടെ QR കോഡ് എങ്ങനെ എടുക്കുന്നത്. നല്ലത് അവരുടെ നമ്പർ വാങ്ങിക്കാൻ നിൽക്കരുത്. 376 നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്തായാലും വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇന്ന് മാർക്ക് ചെയ്യണ്ടേ, തൊട്ടടുത്ത് തന്നെ. അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് എന്തായാലും കൊട്ടാക്കര അടുത്ത് തന്നെ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. 38 പൊളി പറ ഓർഡർ കേട്ടോ. 50 രൂപയുടെ ഒരു കിടില ഓർഡർ അടിച്ചിട്ടുണ്ട്. വിജയാസ് സെറ്റ് Very boring minute. നമ്മുടെ കൊട്ടാക്കരയിലെ വിജയാസ് ഫുഡ് വേൾഡ്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല കിടിലം ഫുഡും ഉച്ച സമയത്തൊക്കെ നല്ല ബിരിയാണിയൊക്കെ കിട്ടുന്ന ഷോപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയി ഓർഡർ കളക്ട് ചെയ്യാം. ഇവിടുന്ന് തന്നെ 3 ബോട്ടിൽ തണുക്കാത്ത വെള്ളം വാങ്ങിക്കണം എന്നാണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കസ്റ്റമർ ഡയറക്റ്റ് തരും. 2 മണി സമയത്തൊക്കെ ഇതേപോലെ നമ്മൾ ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരാം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്തായാലും ചെയ്തു കൊടുക്കത്തില്ല. അത് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇപ്പം വരാം വെരിഫിക്കേഷൻ കോഡില്ല, ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വേഗം എന്തായാലും. അയ്യോ, കുപ്പിയും വെള്ളം വാങ്ങിച്ചില്ല. ദൈവമേ, ഇപ്പോൾ പെട്ടാണ്. എന്തായാലും ഇവിടെ കുപ്പിയും വെള്ളം ഉണ്ടോ എന്ന് നോക്കട്ടെ. ദയവ് ചെയ്ത് നിങ്ങളാരും വിളിച്ചിട്ട് ബിവറേജിൽ നിന്ന് കുപ്പി വാങ്ങിച്ചിട്ടാരെന്നും പറയില്ല കേട്ടോ. ഉണ്ട് തണുക്കാത്ത ചേട്ടാ, തണുക്കാത്ത 3 കുപ്പി വെള്ളം സാധാ. എത്ര കേട്ടോ? 60. ചേട്ടാ ആയിട്ടുണ്ടേ വെള്ളത്തിൻ്റെ. ഇപ്പോൾ 8:45 നമ്മളാണ്ട് ലക്ഷ്മിയുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ തന്നെ കേട്ടോ വന്നേക്കുന്നത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി ആതിരല്ലയോ? ആ ആ ആ 7 minutes later. കൊടുത്തതിന് ശേഷം നമുക്ക് എഴുകോണ് നേരെ പിസ്സ ഹട്ടിലോട്ടാണ്ട് ഒരു വലിയൊരു ഓർഡർ അടിച്ചു തന്നെ കേട്ടോ. ഇത് എമൗണ്ട് 35-ൻ്റെ ഓർഡറാണ്, പക്ഷേ വലിയ എന്തോ ഐറ്റംസാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കൊട്ടാരക്കരയിലെ പിസ്സ ഹട്ട്. ഫെഡറൽ ബാങ്കിന് നേരെ ഓപ്പോസിറ്റാണ് പിസ്സ ഹട്ട്. ഇവിടെ വണ്ടി വെക്കാം, അപ്പോൾ നമുക്ക് എടുക്കാം എളുപ്പം. ചേട്ടാ 4590 4590 സെറ്റായിട്ടുണ്ട്. മണി എങ്ങോട്ടാ ഓർഡർ? ഫാക്ടറി അങ്ങോട്ട്. ഇല്ല 2 കിലോമീറ്റർ. ഏതോ എന്താ വെച്ചേ? മന്തി ഇല്ല പിസ്സ. വേറെ ലക്ഷ്മി കാണൂല്ല, അവിടെ കാണും. ദാണ്ട് ഈ തൊട്ടപ്പുറത്ത് അകത്തോട്ട്. നാല് കിലോമീറ്റർ, മൊത്തം 6 മിനിറ്റ്. ഫുൾ ലോഡാണ്, ഫുൾ ലോഡാണ്. സേഫായിട്ട് എങ്ങനെയാണ് നിൽക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമുണ്ട്, പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഫുള്ള് ഹോട്ട്സ്പോട്ടിനകത്ത് കിടന്നാണ് കറങ്ങുന്നത്. ഹോട്ട്സ്പോട്ടിനകത്ത് കിടന്ന് കറങ്ങുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടാൻ പിന്നെ വേറെ ഒന്നും പോകണ്ട, എളുപ്പമായിരിക്കും.
താങ്ക് യു ചേട്ടാ. ഇതൊരു കരിഞ്ഞ മണം ഓയിൽ കത്തുന്നതാണ്. നമ്മുടെ വണ്ടിയിൽ നിന്നാണോ? 39, അത് പൊളി സെറ്റ്. 8 രൂപയുണ്ടെങ്കിൽ നമ്മൾ 100 ആട്ടോ, ജസ്റ്റ് മിസ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 125, 9, 10 മാക്സിമം. എന്തായാലും ഇതും കൂടെ കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇപ്പം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അടിച്ചിട്ടുണ്ട്. 20 രൂപ ടിപ്പും ഉണ്ട് കേട്ടോ. 46 രൂപ ഓർഡറാണ്. പക്ഷേ ഇത് രണ്ടും വേറെ വേറെ ലൊക്കേഷനിലാട്ടോ നമുക്ക് ഓർഡർ അടിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മുസ്ലിം സ്ട്രീറ്റിലോട്ട് അടിച്ചേക്കുന്നത്, നമ്മൾ വണ്ടി സർവീസ് ചെയ്ത ആ സ്ഥലത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ കയറി ഒന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് 2 മിനിറ്റ് നമ്മൾ എടുക്കത്തുള്ളൂ. 2 മിനിറ്റ്. ഗൈസ്, വീട് അടുത്തുള്ളതിൻ്റെ ഗുണങ്ങളാട്ടോ. നമുക്ക് ഇതാകുമ്പോൾ വീട്ടിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഉച്ചയ്ക്ക് വേണമെങ്കിലും കഴിച്ചിട്ട് പോവുകയും ചെയ്യാം, വാടകയും കൊടുക്കണ്ട. അതാ ഗുണങ്ങൾ. സോറിനകത്താ വീടെങ്കിൽ. ബാക്ക് ദാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഇലയപ്പം കഴിച്ച് വേഗം അടുത്ത ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി ദാണ്ട് നമ്മൾ അൽഫനാറിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയേക്കുവാണ്. ഇപ്പം നമ്മുടെ മങ്ങിയ കാഴ്ചകളൊക്കെ ഒന്നും കൂടെ വ്യക്തമായി തുടങ്ങി കേട്ടോ. നല്ല വിശപ്പായിരുന്നു. ഓ, കിഴി ബിരിയാണി 2289 ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര ദൂരം? അടിപൊളി ക്യാഷ് ഓൺ ഡെലിവറി കേട്ടോ. 255 രൂപ കളക്ട് ചെയ്യണം. ക്വാർട്ടറുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ മൊത്തം 81 കിലോമീറ്റർ ഓടി ഇന്ന് മൊത്തം. ഓയിൽ ചേഞ്ച് ചെയ്തിട്ടും ഇന്നത്തെ ഓഫം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും. 11 minutes later. മോനെ ശ്രീരഞ്ജിനി അതല്ലയോ? 255. താങ്ക് യു. അടിപൊളി. ഇതാ അടുത്ത ഓർഡർ അടിച്ചേക്കുന്നത് ചെറുപ്പറ ലക്ഷ്മി മുസ്ലിം സ്ട്രീറ്റ്. പൊളി. ഇതെനിക്കറിയാവുന്ന കസ്റ്റമറാട്ടോ. നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്, നല്ല കസ്റ്റമറാട്ടോ. നമുക്ക് ഇതെല്ലാം കുറേ കിടിലം കസ്റ്റമേഴ്സ് ഉണ്ട് കൊട്ടാരക്കരെ. 39. അതെ തന്നെ. ഇത് ഓർഡർ കസ്റ്റമറിൻ്റെ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യണം. ഇപ്പം ഫ്ലോട്ടിംഗ് ക്യാഷ് ടു ഹൈ എന്ന് എഴുതി കാണിച്ച് ഡ്യൂട്ടി വിൽ സ്റ്റോപ്പ്. അതായത് 241 രൂപ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിംഗ് ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്ത പൈസയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ആ പൈസ എന്തോ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബാലൻസ് 1427. അപ്പോൾ ഈ ഓർഡറും കൂടെ കൊടുത്ത് തന്നെ എൻ്റെ അക്കൗണ്ട് ഓഫായി പോകും. അപ്പോൾ അതിന് മുന്നേ ഞാൻ അവിടുന്ന് ഓഫായിക്കാൻ എനിക്ക് ഇനി ഒരു ഓർഡറും കൂടെ വേണം 150 കിട്ടാൻ. അപ്പോൾ ഇപ്പോഴേ ഒരു 500 രൂപ ഫോൺ പേ വഴി അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് 500 രൂപ ഡിപ്പോസിറ്റ് ആയി ഇപ്പം തന്നെ ഡയറക്റ്റ് സ്വിഗ്ഗിയിൽ അക്കൗണ്ട്. 141. ഓക്കെ താങ്ക് യു. ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഡെലിവറി ചെയ്യുമ്പോ വണ്ടി സപ്പോർട്ട് ചെയ്യണം. ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ മിസ്റ്റർ ഡെലിവറി. അതാ പേര്. ശരി, ഗുഡ് നൈറ്റ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ ഒരുപാട് വീഡിയോകളിൽ എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചതേപോലെ യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ആൾക്കാർ നമ്മളെ കാണുന്ന ഓരോ വീഡിയോയും റെക്കഗ്നൈസ് ചെയ്യുന്ന വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് നേരെ ഇനി കൊട്ടാക്കിലോട്ട് പോകുമ്പോൾ ഓരോ ഓർഡറും കൂടെ കിട്ടാൻ നല്ല ഉറപ്പുണ്ട്. സമയം 10 നമ്മൾ ടൈം ഔട്ട് ആയിട്ടുണ്ട് എന്തായാലും. പക്ഷേ അത് കാര്യമില്ല. 10 മണിക്ക് ശേഷം വരുന്ന ഓർഡർ 10:20 ഡെലിവറി ബോയ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല നല്ല പെൻഡിങ് ഓർഡറുകൾ കാണുന്നു ഡെലിവറി ബോയ്സ് ഇല്ലാത്തതുകൊണ്ട്. 15 സമയം ഇപ്പം നമുക്ക് താണ്ട ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 54 കൂടെ വേണം നമുക്ക് 150 കിട്ടാൻ. പക്ഷേ ഇതൊരു 20 ഒരു ചെറിയ ഓർഡർ. എന്തായാലും കൺഫേം ചെയ്യാം. ഓരോ ഓർഡർ നമ്മൾ ഡിനേ ചെയ്യേണ്ട ഭാഗ്യം വേണ്ട. ഇത് കഴിഞ്ഞിട്ട് ഒരു ഓർഡറും കൂടെ കിട്ടും. പെൻഡിങ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ കസ്റ്റമേഴ്സും ഇപ്പോൾ വിശന്നിരുന്നിട്ടായിരിക്കും. ഇതൊക്കെ നേരത്തെ വന്ന ഓർഡർ ആയിരിക്കും. അവരപ്പോൾ അവരുടെ ഫുഡും കാത്തിരിക്കുമായിരിക്കും. അപ്പോൾ ഇത് വളരെയധികം ഒരു
നമുക്ക് അനുഗ്രഹമുള്ളൊരു ജോലിയും കൂടാണ് കേട്ടോ. സമയത്ത് നമ്മൾ ഒരാൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരാൾക്ക് ഫുഡ് എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഫുഡ് എത്തിക്കാന്ന് വെച്ചാൽ വളരെ അനുഗ്രഹമുള്ളൊരു ജോലി തന്നെയാണ്. ആ ഒരു ഓർഡറും ഡിനേ ചെയ്യുന്നില്ല, ചെറുതായാലും വലുതായാലും ഒരു ഓർഡറേ നമുക്ക് ഒരു ദിവസം ഡിനേ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഒന്നും നമ്മൾ ഒരിക്കലും ഡിനേ ചെയ്യാറില്ല. എന്തായാലും നേരെ നമുക്ക് പിസ്സ ഹട്ടിലോട്ട് തന്നെ പോകാം. എൺപത്തെട്ട് ഗൂഗിൾ പേ ആണോ? ആണോ? ആ അതായിരുന്നു. ചേഞ്ച് വേണം. ചേഞ്ച് 88 ബാക്കി 12 വേണ്ട. 10 തരാം കേട്ടെ. ശരി. ഏട്ടൻ്റെ ബാക്കിലുണ്ട്. അപ്പം വലിയ ഓർഡർ ആയിരിക്കുമല്ലേ? ആ കൊടുത്തിട്ട് തന്നാണ്. ഇപ്പം എങ്ങോട്ടാ? എനിക്ക് വയ്യ, എനിക്ക് ഒരെണ്ണം കിട്ടിയാൽ പൊളിക്കും. 150 ആവും. എനിക്ക് പക്ഷേ 20ൻ്റെ കിട്ടിയേക്കുന്ന കേട്ടോ, കാര്യമില്ല. റോസ് ബോള് യാ അടിപൊളി. പക്ഷേ എനിക്ക് ഈ ഓർഡർ കൂടെ കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ കിട്ടിയാൽ പൊളിക്കും. നമ്മളെ സ്വിഗ്ഗി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 34 കിട്ടേണ്ടതിന് നമുക്ക് 20 കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ കിട്ടിയാലേ നമുക്ക് 150 കിട്ടും. കാണാനില്ലല്ലേ? തിരക്കിലാണോ? അടിപൊളി. നേരത്തെ നമ്മൾ അവിടെ വന്നു, ഇപ്പം എന്താ തൊട്ട് വേണ്ടി. താങ്ക് യു. വേണ്ട ഒറ്റ ഓർഡർ നമ്മൾ റിജക്റ്റ് ചെയ്യാണ്ടുള്ള ഗുണം. നമ്മൾ നേരത്തെ വന്ന് 2.20 കളഞ്ഞിരുന്നെങ്കിൽ കുറേ നേരം കഴിഞ്ഞ് നമുക്ക് ഓർഡർ കിട്ടത്തില്ലാതിരുന്നത്. ഇപ്പം താണ്ട് 34 സെറ്റായി 150 പലാറ്റിനോ. ഇതിവിടെ ഏതോ ഒരു വീടാ, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. നമ്മളെ ഫൈനൽ ഓർഡർ ഡെലിവറി ചെയ്യാൻ വേണ്ടി നമ്മൾ ലൊക്കേഷൻ എത്തിക്കാം. കസ്റ്റമറിനെ ഒന്ന് വിളിച്ച് നോക്കാം. 48. താങ്ക് യു. അങ്ങനെ ഫൈനലി നമ്മുടെ ഇന്നത്തെ ദിവസം ലാസ്റ്റ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ. ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടോ. 448 നമ്മൾ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ടേന്ന്. അപ്പോൾ ഈ എമൗണ്ട് എന്തായാലും നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഓർഡർ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അക്കൗണ്ട് ഓഫ് ആയാലും കുഴപ്പമില്ല. 89. അപ്പോൾ ഇനിയിപ്പോൾ ഓർഡർ ഒന്നും കിട്ടത്തില്ല. എന്തായാലും കിട്ടുന്നെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കും. ഇനി ഒരു 89 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 200 കിട്ടും. പക്ഷേ നമ്മുടെ ഹോട്ടലുകളെല്ലാം അടച്ചിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 50 മിനിറ്റായി, 1 മണിക്കൂർ ആവുന്നു. 10 മണിക്ക് ഇവിടെ ഇടയ്ക്ക് ഇവിടെ ഇപ്പോൾ സമയം 10:50 സമയം ഏകദേശം 11 മണി ആറ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫെഡറൽ ബാങ്ക് ഡേറ്റ് വന്നേക്കും. ഇതിപ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ നമ്മുടെ കുഞ്ഞ് ഡെലിവറി വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രോഫിറ്റും ചിലവും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന നഷ്ടമാണെന്ന് നെഗറ്റീവ് പറയുന്നവരുണ്ട്. എന്നാൽ 99% ആൾക്കാർക്ക് ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ അറിയാവുന്നവർ, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട്. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 486 നമ്മുടെ ടോട്ടൽ ഏണിങ്സ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ എനിക്കിപ്പോൾ 150 ഇൻസെൻറ്റീവ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം 636 486ൻ്റെ കൂടെ 150 കൂടെ 486 പ്ലസ് 150 അപ്പോൾ 636. അപ്പോൾ 636 ഇന്നത്തെ ദിവസത്തെ എൻ്റെ ടോട്ടൽ ഏണിങ്സ്. അതിനകത്തുനിന്ന് നമ്മൾ 40 രൂപ ജ്യൂസ് കുടിച്ചത് പോയി, മൈനസ് ഒരു 200 രൂപ പെട്രോൾ, 396 എന്ന് വെച്ചാൽ 400 രൂപ എനിക്കിന്ന് പ്രോഫിറ്റ് കിട്ടി. ഇത് കറക്റ്റാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മാസത്തെ പെട്രോൾ എല്ലാം കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇവിടെ കൈ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 12,000 രൂപയാണ്. അപ്പം 400, ഇതിപ്പോൾ നമുക്ക് 400 ആയിട്ട് റൗണ്ട് ചെയ്യാം. 396
അപ്പോൾ 400 ഇൻറ്റു 30 ആകുമ്പോൾ 12,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇതെനിക്ക് ഇവിടെ വാടക റെൻ്റ് ഒന്നും കൊടുക്കണ്ട, പെട്രോളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്താലും അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഈ ജോലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ഫ്രീഡവും ജോബ് ഫ്രീഡം ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ്സ് ഇന്ന് വർക്ക് ചെയ്യുന്ന പൈസ ഒരു ഡിലേ പോലും ഇത് ഒരു ഡെലിവറി ബോയ്ക്ക് സ്വിഗ്ഗി ആയാലും സൊമാറ്റോയിലും ഉണ്ടായിട്ടില്ല. കറക്റ്റ് ടൈമിൽ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. അത് മാത്രമല്ല ഇന്ന് താണ്ട് ഇത് മൊത്തം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ട്, അത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കാം. അതുമാണ് നമുക്ക് 10 പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് റോൾ ചെയ്യാൻ കുറച്ച് കാശ് കിട്ടും. ഇത് കൂടാതെ ഞാൻ ഇപ്പോൾ 500 മാത്രമേ ഇടുന്നുള്ളൂ ആണ്ടേ, ബാക്കിയാണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 300-400 രൂപയുണ്ട് ചില്ലറയായിട്ട്. അപ്പോൾ ഇത്രയും പൈസ നമുക്ക് കയ്യിൽ റോൾ ചെയ്യാൻ കിട്ടും. ഭയങ്കര ക്യാഷ് ഫ്ലോ ആണ് ഇത്, മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാഷ് ഫ്ലോ. പിന്നെ നാളത്തേക്ക് നമുക്ക് അത്യാവശ്യം ചായ പിടിക്കാനുള്ള ചില്ലറയും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഏണിങ്സിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ക്യാഷ് ഫ്ലോ ആണ് കേട്ടോ. തള്ളുക, സാനിറ്റൈസ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ ഇന്ന് ടോട്ടൽ ഓടിയ കിലോമീറ്റർ ഉണ്ടോ, 118 കിലോമീറ്ററാണ് ഇന്ന് മൊത്തം ഓടിയത്. ഓയിലില്ല ഓടിയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ബൈ ബൈ.